പ്രശാന്തസുന്ദരമായ ഒരു പ്രദേശം. ആ പ്രദേശത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു പുഴ. ആ പുഴയിലൂടെ ഒരു വഞ്ചി അങ്ങേ തലയ്ക്കിൽ നിന്നും ആടിവിളഞ്ഞു വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നന്ദിനി. അവൾ വഞ്ചി നിറയെ പാൽക്കുടങ്ങൾ നിരത്തി വെച്ച് അവൾ ആടിയും പാടിയും തുഴഞ്ഞും ഇങ്ങേ കരയിൽ വരികയാണ്. ഇങ്ങേ കരയിൽ വരുമ്പോൾ അവളെയും കാത്ത് പാൽ വാങ്ങുവാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവൾ അവിടെ എത്തിയതും ആൾക്കാരെല്ലാം ഒത്തുകൂടി പാലെല്ലാം വാങ്ങി പല വഴിക്ക് പിരിഞ്ഞു. ഒരു പാത്രം പാൽ അവൾ മാത്രം മാറ്റിവെച്ചു. അത് മറ്റാർക്കുമല്ല, അത് നന്ദനസാറിന്. നന്ദനസാറിൻ്റെ വീട്ടിൽ കയറി അവൾ പാൽ കൊടുത്തിട്ടേ പോകാറുള്ളൂ. അങ്ങനെ തിരിച്ച് അവൾ പോകുമ്പോൾ അവിടെ കയറി സാറിന് പാൽ കൊടുത്തു. അവൾ മടങ്ങിപ്പോയി. അവളുടെ നോക്കും വരവും നടപ്പും എല്ലാം വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടെ അയാൾ നോക്കിക്കണ്ടു. എന്താ നല്ല സംസാരമാണ്, എന്താ നല്ല മണികിലുക്കം പോലെയുള്ള സംസാരമാണ്. ആ സംസാരം കേൾക്കാൻ എന്ത് നല്ല രസമാണ്. ആ കൊഞ്ചിക്കുഴഞ്ഞവളുണ്ണിയാർച്ച എന്നതുപോലെ അവളെ കാണാൻ കൊഞ്ചിക്കുഴഞ്ഞുള്ള ആ സംസാരവും രീതിയും എല്ലാം. പിറ്റേന്ന് വന്നപ്പോഴും അയാൾ അവളോട് പേര് ചോദിച്ചു. നന്ദിനി എന്ന അവൾ പേരും പറഞ്ഞു. എന്തിനാണ്? അവളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. അവളോട് എന്തെങ്കിലും ചോദിക്കട്ടെ, അതിനു വേണ്ടിയാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ പല ദിവസങ്ങളിൽ പാല് കൊടുത്തു. ഒരു ദിവസം നന്ദിനി പാലുമായി അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആളില്ല, അനക്കമില്ല. നന്ദിനി ആ വാതിലിൽ മെല്ലെ തട്ടി. ആ വാതിൽ തുറക്കപ്പെട്ടു. നന്ദിനി അകത്ത് കയറി നോക്കുമ്പോൾ സാറ് പനി പിടിച്ച് പൊരിഞ്ഞ കിടക്കുകയാണ്. നെറ്റിയിൽ കൈ വെച്ച് നോക്കിയപ്പോൾ നല്ല പനി. അങ്ങനെ നന്ദിനി പെട്ടെന്നൊരു ചായ ഉണ്ടാക്കി അയാളെ വിളിച്ചുണർത്തി അയാൾക്ക് ആ ചായ കൊടുത്തു. അത്ര മധുരമായി ആ ചായ കുടിച്ചു. ചായ കുടിച്ചു തീർന്നപ്പോൾ അവൾ ചോദിച്ചു, എങ്ങനെയുണ്ട്? ചെറിയ ആശ്വാസമുണ്ട്. എന്നാൽ ഞാൻ വീട്ടിൽ പോയിട്ട് കഞ്ഞി വെച്ച് കൊണ്ടുതരാം എന്നവൾ തലയാട്ടി അവൾ പോയി. അവളുടെ ആ പോക്കും വരവും അയാളെ വല്ലാതെ ആകർഷിച്ചു. അല്ലെങ്കിൽ സുഖമില്ലാതെ കിടന്നത് എനിക്ക് പെട്ടെന്നൊരു ചായ ഉണ്ടാക്കി തരാൻ മറ്റാർക്കാണ് സാധിക്കുക? അങ്ങനെ അവർ പരസ്പരം കണ്ടും കേട്ടും പലതും പറഞ്ഞും കൊഞ്ചിക്കൊഴിഞ്ഞും ആടിക്കുഴഞ്ഞുണ്ണിയാർച്ചയെ പോലെ അവൾ പല സംസാരങ്ങളും സംസാരിച്ച് അയാളും അതേപോലെ തന്നെ അവളോട് അടുക്കുവാൻ അത്ര എളുപ്പമല്ല എന്ന് അയാൾക്കും അറിയാമായിരുന്നു. എന്നത്തെയും പോലെ അവൾ പാലുമായി വീണ്ടും ചന്തയിൽ ചെന്നപ്പോൾ അവിടെ ചില കാശുപൈസകൾ നന്ദിനിയോട് കയർക്കുവാൻ ചിലർ തയ്യാറായി. പക്ഷേ എന്നാൽ നന്ദിനി വിട്ടുകൊടുത്തില്ല. നന്ദിനി ശക്തമായി പോരാടി. അവൾ ആ പോരാട്ടത്തിൽ ഒരാളുടെ തലയ്ക്കടിച്ചു വീഴ്ത്തി. അവൾ വഞ്ചിയും തുറഞ്ഞ് അവൾ പോയിക്കഴിഞ്ഞു. സാറിനോട് ചെന്ന് വിവരങ്ങൾ പറഞ്ഞു. നന്ദിനി ഭയപ്പെടണ്ട, എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. നന്ദിനിക്ക് ഒരു കുഴപ്പം വരാതെ അയാൾ സംരക്ഷിച്ചു. കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുവാനും മറ്റാരും ഉണ്ടായിരുന്നില്ല. നന്ദന സാർ അവളെ പരമാവധി സ്നേഹിച്ചു. നന്ദന സാറിന് അവളെ വിവാഹം കഴിക്കാൻ, സ്വന്തം ജീവിത സഖിയാക്കാൻ നന്ദന സാർ ആഗ്രഹിച്ചു. അവളോട് ഒരു ദിവസം പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടണ്ട. നീ ആരെ ഭയപ്പെടുന്നു? നിന്നെ സംരക്ഷിക്കാൻ ഞാനില്ലേ? നിനക്കൊന്നും സംഭവിക്കില്ല. നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഓടിപ്പോയി. ആ ഓട്ടം കണ്ട് അയാൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. നന്ദിനി